ഷീഫി വടകരയിലേ ഷാഫി വന്നപ്പോൾ ശരിക്കും ഞെട്ടിച്ചുട്ടോ. ഈ കോൺഗ്രസ്സുകാർ കൂട്ടായി വന്നു വലിയൊരു മാസ് എൻട്രി മാറിയില്ല ശരിക്കും. ഷാഫിയുടെ ഒരു മാസ് എൻട്രി ആയോ? അതെ അതെ, എനിക്കാണ് തോന്നിയത്. അത് മുഴുവൻ പാർലമെന്റ് മണ്ഡലത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലുള്ള ആൾക്കാരാണോ? അല്ല, എന്നാൽ പോലെ നേരത്തെ ഈ 2019 ലാസ്റ്റ് അന്ന് മുരളി വന്നപ്പോഴും ഇങ്ങനൊരു ജനക്കൂട്ടം അതിൽ കൂടുതൽ ജനക്കൂട്ടം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് തോന്നുന്നു CPM-ന്റെ ഒരു സൈബർ വിങ്ങിന്റെ ഒരു ആക്രമണം ഉണ്ടല്ലോ. കെ മുരളീധരൻ KK ശൈലജയെ പേടിച്ചോടി എന്നുള്ളൊരു പ്രചാരണമായിരുന്നു അവർ നടത്തിയത് മുരളീധരൻ പോയപ്പം. അപ്പോൾ ഷാഫി വരുന്ന സമയത്ത് അത്തരം ഒരു അതിനൊന്ന് പൊളിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉണ്ടാകും. കോൺഗ്രസ് പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കാത്ത ചില സംഗതികളുണ്ട്. പക്ഷേ ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ശേഷി എന്ന് പറയുന്നത് നമ്മളിതിൽ കണ്ടു. കോൺഗ്രസിൻ്റെ മാത്രമല്ല, UDF-ന്റെ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള UDF-ന്റെ ഒരു സംഘടനാ ശേഷി കണ്ടതാണ്. എല്ലാ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിന് പുറത്തുനിന്നുള്ള ആളുകളും വന്നിട്ടുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ആ ആളുകളാണ് അവിടെ ഉള്ളത്. അതൊരു ട്രെൻഡ് സൃഷ്ടിക്കാൻ പറ്റിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരു വോട്ടായി മാറും. പുതിയൊരു കാലത്ത് ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മാസ് എൻട്രി എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നീട് അങ്ങോട്ട് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് തുടക്കത്തിലെ തോന്നിക്കുക എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു പ്രധാന ഘടകം ചിലപ്പോൾ ഷാഫി വരുമ്പോൾ തുടക്കത്തിൽ ആദ്യം നോക്കുമ്പോൾ ഷാഫിക്ക് എവിടെയാണ് വടകര ഒരു സ്പേസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു മുരളീധരനെ പോലെ വലിയൊരു നേതാവല്ല. പക്ഷേ അതേസമയം ഈ ഒരു എൻട്രി തുടർന്ന് അങ്ങോട്ടൊരു CPM വിരുദ്ധത കൃത്യമായി, കാരണം വടകരയുടെ പൊളിറ്റിക്സിന് പറ്റുന്നില്ലെങ്കിൽ CPM വിരുദ്ധത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നടപടികൾ നടത്തുന്നു. മാത്രമല്ല ഒരു യങ്സ്റ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏത് പാർട്ടിയിലെ യങ്സ്റ്ററിന് 10% വോട്ട് ബോണസ് എന്ന് പറയാറുണ്ട്. അത് പിന്നെ ഷാഫിയുടെ ഇടപെടൽ, ഒരു ഉമ്മൻചാണ്ടി സൈഡിലെ ഇടപെടൽ, അത്തരം ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ UDF ക്യാമ്പിന് നേരത്തെ പ്രതീക്ഷേനേക്കാൾ അവർ കുറച്ചുകൂടി ഒരു പ്രതീക്ഷ വന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ ശൈലജ ഷാഫി എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ഈസി വാക്കോറാണ് ശൈലജയ്ക്ക് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ മത്സരം കടുത്തു എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അറ്റാക്ക് കൂടി തോന്നുന്നു ഷാഫി വലിയ ഓളം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ശൈലജ ടീച്ചറുടെ ഒരു ക്ലീൻ ഇമേജിന്റെ ഒരു പ്രതിച്ഛായ ഉണ്ട്. നേരത്തെ നമുക്കറിയാം, ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തൊരു പ്രതിച്ഛായ ടീച്ചർമാന്നൊക്കെയുള്ള ആ ഒരു ഇമേജിനെ മറികടക്കാൻ ഷാഫിക്കാമോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതില്ല, അവർ ആരോഗ്യ രംഗത്ത് നടത്തിയ ഇടപെടലിനപ്പുറത്തേക്ക് അവർക്കൊരു ഉണ്ടായിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ഒരു സ്ത്രീകളുടെ ഒരു വോട്ടാകർഷി ടീച്ചർ അമ്മ എന്നുള്ളൊരു പേര് ആ സമയത്ത് വന്നതാണ്, ആ വിളിപ്പേര്. പക്ഷെ അത് പിന്നീട് എല്ലാവരും ലോകം മുഴുവൻ വിളിക്കുന്ന രീതിയിലേക്ക് തന്നെ ശൈല ടീച്ചറുടെ ടീച്ചർ അമ്മ എന്നുള്ള രീതി എത്തിയിട്ടുണ്ട്. അത് തന്നെയല്ലേ വടകരയിൽ അവർ നോക്കുന്ന ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ പരിപാടിക്ക്, ശൈല ടീച്ചറുടെ പരിപാടികൾക്ക് അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം നല്ലോണം തന്നെ. അതപ്പോ സ്ത്രീകളുടെ വോട്ട് സത്യത്തിൽ CPM-ന്റെ അബദ്ധം പറ്റിയത് ഈ ആൾക്കൂട്ടത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് തുടക്കത്തിൽ പ്രചരിപ്പിച്ചില്ല എന്നുള്ളത് ഇപ്പൊ അവർക്ക് അബദ്ധമായി തോന്നുന്നുണ്ടാവും. ഇവരുടെ ഷാഫിയുടെ പക്ഷെ ഇതിലേ ഇപ്പൊ നമുക്ക് CPM വടകര സമയത്തുള്ള പലപ്പോഴും പിന്നെ മറ്റു കേസുകളൊക്കെ വരുമ്പോൾ CPM-ന്റെ വേറെ ആൺമുഖമാണ് എപ്പോഴും വരിക. അപ്പൊ അതിനോട് പലരോടും ഈ വടകര പൊളിറ്റിക്സിൽ ഒരു CPM വിരുദ്ധത പലപ്പോഴും നിൽക്കുന്നുണ്ട്. അതിനോട് P ജയരാജനാണെങ്കിലും ഷംസീറിനോട് പലർക്കും താല്പര്യക്കുറവുണ്ടാവും. പക്ഷെ ആ ഒരു ഫാക്ടർ ശൈലേഷ് ടീച്ചറിനില്ല. കാരണം പൊതുവെ ജനകീയനായ ഒരു സ്ത്രീ എന്നതോടൊപ്പം തന്നെ ജനകീയനായ ഒരു CPM-ന്റെ നേതാവ് കൂടിയാണ് ശൈലി ടീച്ചർ. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു P ജയരാജനെയോ ഷംസീറിനെയോ അരികാക്കുന്നത് പോലെ എതിർക്കുന്നത് പോലെ UDF-ന് പോലും അങ്ങനെ എതിർക്കാൻ ശൈലി ടീച്ചറെ കഴിയില്ല. സ്ത്രീകളുടെ വോട്ട് കുറച്ചധികം കിട്ടാൻ സാധ്യത. അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം യുവാവിനായ ഷാഫിക്കാണൊക്കെ പോവുക, വനിതയായ പിന്നെ ശൈലജയ്ക്കാണോ പോവുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. പ്രചാരണത്തിലുണ്ട് സ്ത്രീകളുടെ വോട്ട് അങ്ങനെയും സ്വാധീനിക്കപ്പെടാലോ. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലം കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മണ്ഡലം, നന്നായിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മണ്ഡലം. അപ്പൊ അസ്ലം പറഞ്ഞ ഇത് അവിടെ വീഴുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അത് നോക്കാം. എനിക്ക് കാരണം തരൂർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയമില്ലാതെ വനിതാ വോട്ടുകൾ പോകുന്നുണ്ട്. മണ്ഡലം മാറുന്ന വ്യത്യാസം ഉണ്ടാവും. അല്ല, പലപ്പോഴേ ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു മുമ്പ് ഭൂരിപക്ഷം കൂടുതൽ എടുത്താൽ P സതീദേവി ഒക്കെ 1.5 ലക്ഷത്തോളം ഭൂരിപക്ഷം നേടിയ മണ്ഡലം, അത്രത്തോളം ഭൂരിപക്ഷം നേടിയ. അതെ, അപ്പൊ അങ്ങനെ സ്ത്രീകൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ സംശയം തോന്നുന്നു. ഭയങ്കര മേധാവിത്വമുള്ള ഒരു മണ്ഡലമുള്ളൂ. തലശ്ശേരി മുതൽ തുടങ്ങുന്ന കൂത്തുപറമ്പാണെങ്കിലും കുറ്റ്യാടിയാണെങ്കിലും നാദാപുരമാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒഞ്ചിയം ഫാക്ടറും അല്ലെങ്കിൽ പിന്നെ TP ശേഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ തരംഗം, ഇതൊക്കെയാണ് ശരിക്കും വടകരയെ CPM അകറ്റി നിർത്തിയത്. അത്തരമൊരു കാര്യങ്ങൾ ഫാക്ടേഴ്സിന് വലിയ തോതിൽ ഇല്ലാതിരിക്കെ ശൈല ടീച്ചർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPM-ന് എന്തല്ല വിജയം അങ്ങനെ അപ്രതീക്ഷിതമോ അല്ലെങ്കിൽ അങ്ങനെ കാര്യമൊന്നുമില്ല. വിജയിച്ചാൽ ഒരു അത്ഭുതമൊന്നുമല്ല, സാധ്യത കൂടുതൽ എനിക്ക് പറയുന്നത്. നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികളുടെ ജനപ്രീതിയെ കുറിച്ച് പറയുന്നു, ടീച്ചർമാരുടെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറുടെ ഒരു ക്ലീൻ ഇമേജിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അവിടെ TP ചന്ദ്രശേഖരൻ എന്നുള്ള ഫാക്ടർ അവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഹൈക്കോടതി വിധിയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ.
അപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ട് വരാൻ പോകാന്നുള്ളത്? അല്ലെങ്കിൽ ശരിക്കും ടി പി കേസ് എപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവും. ഇത്തവണ ഈ ഒരു വിധി കൂടെ വന്ന പശ്ചാത്തലത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അതിനപ്പുറം ടി പി കേസ് എന്നതിനപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വടകരയിലെ CPM വിരുദ്ധ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ CPM വിരുദ്ധ സാധനത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും ഷാഫിയുടെ ആദ്യത്തെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടാൽ മനസ്സിലാവും. ആദ്യം പോയതിനെ TPയുടെ വീട്ടിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫാക്ടർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇത്രത്തോളം ഒരു പോയിന്റ് കൂടെ ഷാഫി പറഞ്ഞൊരു പോയിന്റ് കൂടെ ഉണ്ട്. ടീച്ചറമ്മ, വടകരയുടെ ടീച്ചറമ്മ TPയുടെ അമ്മയാണെന്ന് മറ്റല്ലേ, ആ ഒരു സാധനത്തെ അത് പക്ഷെ അങ്ങനെ കത്തിച്ചാൽ അത് വോട്ടായി മാറാൻ സാധ്യത. നിങ്ങളുടെ ഒരു ഐഡിയ ഇല്ലേ? എനിക്ക് തോന്നുന്നു TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പില് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് അന്ന് ചർച്ച ചെയ്യപ്പെട്ട അതേ കാര്യങ്ങൾ അതിൽ രണ്ടുപേർ കൂടെ പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഭൂരിപക്ഷം കുറഞ്ഞു. 3000 ആയിട്ട് TP വധത്തിന് ശേഷമുള്ള മുല്ലപ്പള്ളി ആദ്യം 306 വോട്ടാണ് 306 വോട്ട്. അതാണ് മുല്ലപ്പള്ളി. ആദ്യം മുല്ലപ്പള്ളി ജയിക്കുമ്പോൾ 56,000 വോട്ടാണ്. അവിടുന്ന് ഷംസീർ വരുമ്പോൾ TP വധത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 3000 കുറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ മനസാക്ഷിയെ ഞെട്ടിച്ചാൽ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ചൊരു കൊലപാതകം അത് അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതവിടെ കിടക്കുന്നുണ്ട്. അന്ന് ചർച്ച ചെയ്യപ്പെട്ട അതേ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് എത്രത്തോളം വോട്ടായി മാറും? അല്ല, ഇപ്പൊ പുതിയ ഈ വിധി വന്നപ്പോൾ രണ്ടുപേരെ കൂടി നേരത്തെ പട്ടികയിൽ ഒഴിവാക്കിയ ആൾക്കാരാണ്. CPM ഒരു വികാരം വളർത്താൻ പ്രത്യേകിച്ച് RMB ഫാക്ടറുകൾ, RMBക്കാർക്കൊക്കെ ഒരു ആവേശത്തോടുകൂടി ഇറങ്ങാനും പ്രത്യേകിച്ച് ഷാഫിയൊക്കെ നിയമസഭയിൽ ഈ വിഷയമൊക്കെ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ആളുകളിൽ അതായത് UDFന്റെ ഒരു ക്യാമ്പയിനെ കൊഴുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം വോട്ട് അറിയുന്നിടത്ത് CPM വോട്ട് മാറുന്നിടത്ത് അത് പ്രതിഫലിക്കുന്ന കാര്യം സംശയം തന്നെയാണ്. ടീച്ചറെ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ രാഷ്ട്രീയമോ വികസന കാര്യമോ പറയുന്നു, ഇത് മാത്രം പറഞ്ഞിരിക്കില്ലെന്ന് പറയുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയങ്ങൾ സ്ഥലത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതാണ് പ്രാധാന്യം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ TP കേസുമായി റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പേരാണ് ശൈലജ. ശരിക്കും ഇതൊന്നുമല്ല, 2 MLA-മാർ ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നതാണ് വടകര ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. മട്ടന്നൂർ എന്നുള്ളതാണ് പറയേണ്ട കാര്യം. എവിടെയായിരിക്കും ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ ഷംസീറെ? നമ്മൾ പ്രവചിക്കാതിരിക്കാൻ നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. പക്ഷേ അതിൽ വേറൊരു കാര്യം കേട്ടോ, ഷാഫി പറമ്പിലിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രമില്ല. അത് ഇവിടെ ജയിക്കോ തോൽക്കുന്നുള്ള വേറെ കാര്യമാണ്. ശൈല ടീച്ചറുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ഇമേജ് ആണ്. അത് രണ്ടുപേർക്കും ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്ക് അത്ര ഇമേജ് ഉണ്ട്. രണ്ടുപേരും ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളാണ്. അല്ല, ഈ മുരളി മാറിയത് ഏതെങ്കിലും നിലയ്ക്ക് എഫക്ട് ചെയ്യും? സിറ്റിംഗ് MP പോകുന്നു, അത് എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടോ? അല്ല, അത് നമുക്ക് ആദ്യം തോന്നിയൊരു കാര്യം. കാരണം മുരളി എന്ന് പറയുന്നത് അവിടെ CPM വലിയ മേധാവിത്വമുള്ള മണ്ഡലത്തിൽ വലിയ ബന്ധങ്ങളുമായി നിലനിർത്തിക്കൊണ്ട് മിക്കവാറും നമുക്കറിയാം എല്ലാ തിരക്കുണ്ടെങ്കിലും 2-3 ദിവസം എന്തായാലും വടകര ഉണ്ടാവും. എല്ലാ പരിപാടികളും തലശ്ശേരി മുതൽ പിന്നെ കൊയിലാണ്ടി എല്ലാ സ്ഥലത്തും പരിപാടികളൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ബന്ധം ശരിക്കും ഷാഫിക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു മാസ് എൻട്രിയും അല്ലെങ്കിൽ ഒരു ഗ്ലാമറും CPM വിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് ഇത് പിന്നെ ഒരു പ്രശ്നമാവുന്ന കാര്യം ശരിക്കും നോക്കേണ്ടതാണ്. CPM ഈ വിഷയത്തെ വലിയ രീതിയിൽ ഉയർത്തിക്കാണിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഷാഫി ജയിക്കുന്ന മണ്ഡലത്തിൽ BJP കൊടുത്ത് വടകരയിൽ BJP വോട്ട് ഷാഫിക്ക് കിട്ടുന്നതാണ് പ്രചാരണം. അത് അങ്ങനത്തെ ചെറിയൊരു മാർജിനിലാണ് പിന്നെ ഷാഫി അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഷാഫി അവിടെ നിന്ന് പോയാൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ BJP വിജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുക്കി കൊടുത്തുകൊണ്ട് വടകരയിലെ BJP വോട്ട് കോൺഗ്രസ് നേടിയെടുക്കുന്നുള്ള ആരോപണം CPM ഉന്നയിച്ചു കഴിഞ്ഞു. അല്ല, അത് ശരിക്കും അപ്പം വടകരക്കാർ അങ്ങനെ ചിന്തിക്കുമോ? ഷാഫി എങ്ങാനും ഇവിടെ ജയിച്ചാൽ പാലക്കാട് BJP വരും, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ വയനാട്ടിൽ ചിന്തിക്കുമെന്നുള്ള കാര്യം നോക്കേണ്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതെല്ലാം ചർച്ചയാക്കുന്നുണ്ടല്ലോ. അപ്പൊ ആളുകളുടെ മനസ്സിലേക്ക് ഇത് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസും BJP ഉള്ള ബന്ധം എപ്പോഴും CPMന്റെ ഒരു കൃത്യമായി അവർക്ക് വോട്ട് കിട്ടാൻ വരുന്ന ഒരു വാല്യൂ ഉള്ള സാധനമാണ്. അത് കൃത്യമായിട്ട് ഒരു പോയിന്റ് കൂടെ കിട്ടിയതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യം ഈ ആരോപണം ഉന്നയിച്ച് മുരളീധരനാണ്. വടകരയിൽ ഈ നിലയ്ക്ക്, തൃശ്ശൂരിൽ ഈ നിലയ്ക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അത് ആദ്യം ഉന്നയിച്ചു. ശ്രദ്ധിച്ചിരുന്നു. അത് പോകുന്നതിന് മുമ്പ് അത് BJPയുമായിട്ട് CPM വോട്ട് കച്ചവടം നടത്തുന്നുണ്ട്. തൃശ്ശൂർ സീറ്റിലടക്കം അത്തരം ഒരു ധാരണ ഉണ്ട്. CPIയുടെ സീറ്റ് ആയതുകൊണ്ട് അത് അവർക്ക് കൊടുക്കാം. ആ തൃശ്ശൂരിലേക്ക് അവസാനം മുരളീധരൻ അതാണ്. അതെ, ന്യൂനപക്ഷ വോട്ടുകൾ ഇതിനെ മറികടക്കാൻ വിധം ശേഖരിക്കാൻ അല്ലെങ്കിൽ സ്വരൂപിക്കാൻ ഷാഫിക്ക് കഴിയില്ല. അപ്പുറത്ത് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് നേരത്തെ ഒരു ഹമാസ് അനുകൂല പ്രസ്താവനയൊക്കെ അവിടെ ഉണ്ടെന്ന്. പക്ഷെ അതിൽ മുരളിക്കും ന്യൂനപക്ഷ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം മുരളിയും പിന്നെ ന്യൂനപക്ഷ അനുഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. വലിയ
ഒരു ന്യൂനപക്ഷ വോട്ട് ഷാഫി പിടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അതൊരു സ്വാഭാവികമായിട്ട് ഒരു താല്പര്യം ഉണ്ടാവും ആൾക്കാർക്ക്. ഷാഫിയുടെ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ വേറെ കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വോട്ട് പിടിക്കുന്നതിനപ്പുറം ഒരു ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പൊ അതിലെങ്ങനെ ന്യൂനപക്ഷങ്ങൾ എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് വടകരയിലും പ്രതിഫലിക്കുന്നത്. അത് മൊത്തം സ്റ്റേറ്റിൽ അല്ല ഇതില് രാഷ്ട്രീയ പോയിന്റ് പറയുന്നത്, രാഷ്ട്രീയം വിട്ടാല് ഈ മുരളിയേക്കാൾ വേഗത്തിൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും ആളുകളുടെ വോട്ട് ഉറപ്പിക്കാനും ഷാഫിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് ഷാഫിയുടെ വോട്ട് പിടുത്തം ഭയങ്കര രസമാണ്. അതെ, അതൊരു പ്രത്യേക. ശരിക്കും ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണ്. അതെ, ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ ഒരു ഗുണം ഷാഫിക്ക് ഉണ്ട്. എന്തായാലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ ടൈറ്റ് മത്സരമാണ് വടകരയെന്ന് അറിയാം. തീർത്തു പറയാം.